ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായിരിക്കുകയാണ്. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, റോദ്ദം ജ്വല്ലറിയുടെ ഉടമയായ ഗോവർദ്ധനും പോറ്റി സ്വർണ്ണപ്പാളി കൈമാറിയ സ്വർണം പൂശൽ നിർവഹിച്ച സ്മാർട്ട് ക്രിയേഷൻസും ഈ രണ്ടുപേരുടെയും പങ്ക് തെളിഞ്ഞ പശ്ചാത്തലത്തിലാണോ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും സുജയ, ഇതിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പങ്ക് ഇരുവർക്കുമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ അറസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതിന് ശേഷം ഇത് വേർതിരിച്ചെടുക്കുന്നതിന്, അതായത് സ്വർണം അപഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന് എല്ലാവിധ പിന്തുണയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായ അന്വേഷണത്തിന്റെ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ബെല്ലാരിയിലെ റോദ്ദം ജ്വല്ലറിയുടെ ഉടമയായിട്ടുള്ള ഗോവർദ്ധനാണ് ഈ മോഷണം മുതൽ, അതായത് തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്നത്. ഗോവർദ്ധനെ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം നേരത്തെ SIT നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ സാക്ഷിയാക്കുകയല്ല, മറിച്ച് ഇത് ബോധപൂർവം, അതായത് ശബരിമലയിലെ സ്വർണ്ണമാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടുപേരെയും. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന് അറിയാം, കാരണം സ്പോൺസർ എന്ന നിലയിൽ സ്മാർട്ട് ക്രിയേഷൻസും ഈ പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളായവരാണ് എന്നതുകൂടി ഉറപ്പിച്ചുകൊണ്ടല്ലേ ഈ അറസ്റ്റ്? തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. പങ്കജ് ഭണ്ഡാരിക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിലധികം തവണ ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴൊക്കെ നൽകിയിട്ടുള്ള മൊഴിയിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും നോട്ടീസ് നൽകി സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ആ സമയത്തൊക്കെ തന്നെ നൽകിയിട്ടുള്ള മൊഴികൾ ഒക്കെ തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കൂടിയാണ് SIT ബോധ്യപ്പെട്ടത്. ആ അന്വേഷണം ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിക്കെതിരെ കൃത്യമായ തെളിവുകൾ കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. മാത്രമല്ല, ചില രേഖകൾ മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് അവിടെ ഉണ്ടായില്ല. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയിട്ടുള്ള റെയ്ഡിൽ അത് കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ പങ്കജ് ഭണ്ഡാരിയെക്കുറിച്ച് ഇതോട് ചോദിച്ചപ്പോൾ പങ്കജ് ഭണ്ഡാരി പറഞ്ഞത് ആ രേഖകൾ ഇത്ര വർഷമായില്ലേ, അതുകൊണ്ട് അത് നഷ്ടപ്പെട്ട് കാണുമെന്നുള്ള മറുപടിയായിരുന്നു. പക്ഷെ മനഃപൂർവ്വം അത്തരം രേഖകൾ, അതായത് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട സ്വർണത്തിന്റെ അളവടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ അവിടെ നിന്ന് കാണാതായിരുന്നു. ഈ രേഖകൾ ഇതേവരെ SITക്ക് കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. അപ്പോൾ തെളിവ് നശിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ സ്വർണ്ണാപഹരണത്തിന് സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT ഇപ്പോൾ SITയോട് കോടതി ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അനങ്ങുന്നില്ല എന്ന്. ഇപ്പോൾ അനങ്ങി തുടങ്ങി. അത് ഈ ദ്വാരപാലക ശില്പപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം തന്നെ സാധ്യമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നെങ്കിലും ആ നിർണായക അറസ്റ്റിലേക്ക് അന്വേഷണം തുടങ്ങി എത്രയോ കാലത്തിന് ശേഷമാണ് കടന്നിരിക്കുന്നത്. ഉറപ്പായും അത് തന്നെയാണ് സുജിയ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ കോടതി ഇങ്ങനൊരു നിരീക്ഷണം നടത്താനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ പ്രതിയാകും, അതിൻ്റെ MD ഭണ്ഡാരി പങ്കജ് ഭണ്ഡാരി ഇതിൽ പ്രതിയാകുമെന്ന കാര്യം അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്ര കാലവും പങ്കജ് ഭണ്ഡാരിയെ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം തൊടാതിരുന്നത് എന്നുള്ളതാണ്. പങ്കജ് ഭണ്ഡാരിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്ന കാര്യം പങ്കജ് ഭണ്ഡാരി നേരത്തെ തന്നെ പല ലേഖനങ്ങളിലടക്കം വിശദമാക്കിയിട്ടുള്ളതാണ്. അത്തരം രേഖകൾ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈകളിൽ ഉണ്ടായിട്ടും പങ്കജ് ഭണ്ഡാരിയിലേക്ക് കടക്കാൻ തയ്യാറായില്ല. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ശബരിമലയിൽ നിന്ന് 2019 നഷ്ടപ്പെട്ട സ്വർണം 2025 റോദ്ദം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ടും എന്തുകൊണ്ട് ഗോവർദ്ധനെ അതിൽ പ്രതിയാക്കിയില്ല എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും അന്നും എല്ലാവരും സംശയിച്ചത്. എന്തിനാണ് ഇത്ര വൈകിയത് എന്ന ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ ഗോവർദ്ധനെയും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്ത് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ ആളുകളുടെ പേരുകളിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളം വിടുകയാണ്. ഇത് കേരളം മാത്രത്തിൽ നടന്ന, ശബരിമലയിൽ കേന്ദ്രീകരിച്ച് മാത്രം നടന്ന ഒരു തട്ടിപ്പല്ല എന്നതിന് സ്ഥിരീകരണം വരികയാണ്. അതിലേക്ക് പങ്കജ് ഭണ്ഡാരി വരുന്നു. അതുപോലെ തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ, റോദ്ദം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ വരുന്നു. ഈ ഗോവർദ്ധന്റെ വീട്ടിലാണ് സുജിയ നേരത്തെ കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനര് കണ്ഠരര് പൂജയ്ക്കായി പോയത്. ആ സമയം ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. ആ വാർത്ത പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ശബരിമലയുടെ ഒരു പ്രത്യേകത
ശബരിമലയിലെ ചൈതന്യം നിലനിൽക്കുന്നിടത്ത് അവിടെ തന്നെയുള്ള തന്ത്രി പോയി പൂജ ചെയ്താൽ മാത്രമേ അതിൻ്റെ ചൈതന്യം കിട്ടുകയുള്ളൂ എന്ന് വിശ്വാസികളായ നിരവധി പേർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴതിൽ ഏതാണ്ട് കൃത്യം കാര്യം വ്യക്തമാവുകയാണ്. അതായത് 2019 ദ്വാരപാലകരുടെയും അതുപോലെ കട്ടിളപ്പടിയിലെയും സ്വർണം അത് സ്വർണത്തിന്റെ രൂപത്തിലല്ലായിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ട ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ്. കാരണം അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധന VSSCയിൽ നടത്തി അതിന്റെ റിപ്പോർട്ട് ഇതിനകം ഹൈക്കോടതിയിൽ കൈമാറിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ട് കൂടി പഠിച്ചതിന് ശേഷമാണോ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഗോവർദ്ധന്റെ അറസ്റ്റും പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറെ നിർണായകമാവുകയാണ്. സുജിയ, ഇതേതെങ്കിലും കട്ടിളപ്പടിയിലെ സ്വർണം കൊണ്ടുപോയതോ അതല്ലെങ്കിൽ ദ്വാരപാലകരുടെ സ്വർണം കൊണ്ടുപോയതോ മാത്രമല്ല ഗോവർദ്ധന് പങ്ക് എന്നുള്ളതാണ്. ഗോവർദ്ധൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ വിവിധ സ്പോൺസർഷിപ്പുകൾ നടത്തി. അതിൽ കൊടിമരവുമായി ബന്ധമുണ്ട്, അവിടുത്തെ 2 നഷ്ടപ്പെട്ട പഴയ മണികളുമായി ബന്ധമുണ്ട്, പുതിയ മണികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധമുണ്ട്, അവിടെ അജികുമാറുമായി ബന്ധപ്പെട്ടും CK വാസ്തവനുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയിരിക്കുന്ന വലിയ ഒരു ശൃംഖലയുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ തിരുവാഭരണ പെട്ടി മുതൽ വലിയ മണികൾ മുതൽ കൊടിമരം മുതൽ വാജിവാഹനം മുതൽ അഷ്ടദിക്പാലകർ മുതൽ 18 പടികളും മാറ്റിയത് മുതൽ ഏറ്റവും അവസാനം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളിയും വാതിലും അതുപോലെ കട്ടിളപ്പടിയിലെയും എല്ലാ പുനരുദ്ധാരണങ്ങളും നിർമ്മാണങ്ങളും അത് ഒരൊറ്റ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അതിൽ ഈ ബള്ളാരി കേന്ദ്രീകരിച്ച്, ചെന്നൈ കേന്ദ്രീകരിച്ച്, ഹൈദരാബാദും ബംഗളൂരും കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളിലേക്കാണ് ഇനിയിപ്പോൾ ഈ അന്വേഷണം പോകുന്നത് എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഹൈക്കോടതി തന്നെ കഴിഞ്ഞ തവണ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി പറയുന്നുണ്ടായിരുന്നു